നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സാധാരണ ചരിത്ര പുസ്തകമല്ല. അതിനേക്കാൾ ഒരുപാട് രസകരമായ ഒന്നാണ്. മനുഷ്യരാശിയുടെ തന്നെ കഥ പറയുന്ന, ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടുപോലുമില്ലാത്ത, മറന്നുപോയ ഒരു പഴയ തിരക്കഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞ കഥകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ വിശ്വസിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ കഥ അതൊരു തെറ്റ് മാത്രമല്ല, മനഃപൂർവ്വം നമ്മളെ കബളിപ്പിക്കാനുണ്ടാക്കിയ ഒന്നാണെങ്കിലോ? ഈ ഒരു ചിന്തയെ അടിസ്ഥാനമാക്കി ഒരു സിനിമ എടുത്താലോ? ഗംഭീര വിഷ്വൽസൊക്കെയുള്ളൊരു എപ്പിക് സിനിമ. നഷ്ടപ്പെട്ടു പോയൊരു ജ്ഞാനഗ്രന്ഥത്തിൽ നിന്നുള്ള നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരിക്കും ആ സിനിമയുടെ കഥ. അപ്പോൾ ആ കഥയിലേക്ക് നമുക്ക് കടക്കാം, അല്ലേ? ഏതൊരു വലിയ സിനിമയും പോലെ ഈ കഥയുടെയും തുടക്കം രണ്ട് വമ്പൻ ശക്തികൾ തമ്മിലുള്ള ഒരു ഗംഭീര സംഘർഷത്തോടെയാണ്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ തന്നെ ഗതി മാറ്റിയൊരു പോരാട്ടം. ശരി, അപ്പോൾ ഈ കഥയിലെ പ്രധാന കളിക്കാരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കഥയുടെ കേന്ദ്രത്തിൽ തന്നെ രണ്ടുപേരാണ്, നേർ വിപരീത ശക്തികൾ. ഒരു വശത്ത് മാതാപിതാവ് എന്ന് വിളിക്കുന്ന യഥാർത്ഥ ദൈവിക ശക്തി, നന്മയുടെ, കാരുണ്യത്തിന്റെ, അനിത്യമായ വെളിച്ചത്തിന്റെ ഉറവിടം. ഇനി മറുഭാഗത്തോ, അവിടെയാണ് നമ്മുടെ വില്ലൻ വരുന്നത്, പ്രധാന ആർക്കൺ. ഈ കാണുന്ന ലോകമൊക്കെ ഉണ്ടാക്കിയത് പുള്ളിയാ, പക്ഷെ കക്ഷിക്ക് ഭയങ്കര അസൂയയാണ്. കഴിവുകളാണെങ്കിൽ വളരെ പരിമിതവും. ഒരുതരം സ്വേച്ഛാധിപതി. അപ്പോ എന്തായിരുന്നു ഈ ആർക്കണിന്റെ പ്രധാന പ്രശ്നം? അത് മനുഷ്യരായിരുന്നു. തന്നെക്കാൾ എത്രയോ ഉയർന്നവരാണ് മനുഷ്യരെന്നവൻ തിരിച്ചറിഞ്ഞ നിമിഷം അവനത് സഹിക്കാൻ പറ്റിയില്ല. അവരുടെ ആ ചിന്താശേഷി, ആ വെളിച്ചം, അതവനെ വല്ലാതെ ചുടിപ്പിച്ചു. അപ്പോൾ അവൻ എന്ത് തീരുമാനിച്ചു? അവരുടെ ആ ചിന്തയെ എങ്ങനെയെങ്കിലും തടയണം. അതാണ് അവന്റെ പ്രധാന ലക്ഷ്യമായി മാറിയത്. അസൂയയിൽ നിന്ന് തുടങ്ങിയ ഒരു ലക്ഷ്യം. അങ്ങനെ മനുഷ്യരോടുള്ള അസൂയ മൂത്ത് ആർക്കൺ അവർക്കെതിരെ ആദ്യത്തെ ആയുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതൊരു വാളോ ബോംബോ ഒന്നുമല്ലായിരുന്നു. അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ ഒന്ന്. മനുഷ്യരെ എന്നേക്കുമായി തളച്ചിടാൻ അവനുണ്ടാക്കിയ ഒന്ന്: വിധിയുടെ ചങ്ങലകൾ. നമ്മൾ വിധി എന്നൊക്കെ പറയുമ്പോൾ എന്താ ഓർക്കുക? എന്തോ മുൻകൂട്ടി നിശ്ചയിച്ച സംഭവം, അല്ലേ? എന്നാൽ ഈ കഥ പറയുന്നത് അതല്ല. വിധി എന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്ലാൻ ചെയ്തുണ്ടാക്കിയൊരു കെണിയായിരുന്നു, മനുഷ്യരെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണം. അപ്പോൾ ആർക്കോൺ ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്? ആദ്യം അവൻ തൻ്റെ ഭൂതങ്ങളെയൊക്കെ കൂട്ടി ഒരു ഗൂഢാലോചന നടത്തി. എന്നിട്ട് അവർ ജ്ഞാനത്തെ, അതായത് സോഫിയയെ ദുഷിപ്പിച്ചു. അതിൽ നിന്നാണ് വിധി എന്ന ഈ ഉപകരണം ഉണ്ടാകുന്നത്. അവസാനം എന്ത് സംഭവിച്ചു? മനുഷ്യരാശി മുഴുവൻ ആ കെണിയിൽ, ആ തടവറയിൽ അകപ്പെട്ടു. ഈ വിധി എന്ന ചങ്ങല മനുഷ്യരെ എങ്ങനെയാണ് ബാധിച്ചത്? അതിന്റെ ഫലങ്ങൾ ശരിക്കും ഭയാനകമായിരുന്നു. സമൂഹത്തിൽ പാപവും അക്രമവും നിറഞ്ഞു. ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് മറവി വന്നു. അവർ അജ്ഞതയിൽ ജീവിക്കാൻ തുടങ്ങി. ഒരുപാട് കഠിനമായ നിയമങ്ങളും കൽപ്പനകളും വന്നു. എല്ലാത്തിനും മുകളിൽ എപ്പോഴും കൂടെയുള്ളൊരു ഭയം. ശരിക്കും പറഞ്ഞാൽ ആർക്കൻ്റെ ഈ പ്ലാൻ ലോകത്തെ മുഴുവൻ ഒരു ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. വെറുതെ നിയന്ത്രിച്ചാൽ മാത്രം പോരല്ലോ, താനുണ്ടാക്കിയ ഈ മനുഷ്യർ ഒരു തലവേദനയാണെന്ന് ആർക്കനോട് തോന്നിത്തുടങ്ങി. അവനൊരുതരം പശ്ചാത്താപം. അപ്പോൾ എന്തു ചെയ്തു? ഇവരെ അങ്ങ് മൊത്തത്തിൽ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മനുഷ്യരാശിയെ തുടച്ചു നീക്കാനുള്ള അവൻ്റെ രണ്ടാമത്തെ, കുറച്ചുകൂടി നേരിട്ടുള്ള ശ്രമം വരുന്നത്. അപ്പോൾ പ്രളയത്തിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? നോഹയും കുടുംബവും ഒരു വലിയ മരപ്പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ട ആ കഥ. എന്നാൽ നമ്മളിന്ന് നോക്കുന്ന ഈ ഗ്രന്ഥം പറയുന്നത് അതല്ല. ഒരു വമ്പൻ ട്വിസ്റ്റുണ്ട്. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ഈ ഗ്രന്ഥം പറയുന്നതെന്താണെന്നാൽ, അവരൊരു പെട്ടകത്തിലല്ല ഒളിച്ചത്, മറിച്ച് ഒരു പ്രകാശമേഘത്തിനുള്ളിലെ ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു. യഥാർത്ഥ ദൈവീക ശക്തി ഇടപെട്ട് നോഹയെ മാത്രമല്ല, ആ അചഞ്ചലമായ വംശത്തിലെ ഒരുപാട് പേരെ രക്ഷിച്ചു. ഒന്നോർത്തുനോക്കൂ, ഒരു സിനിമയിൽ ഈ സീൻ എന്ത് ഗംഭീരമായിരിക്കും! ഒരു പ്രകാശമേഘത്തിനുള്ളിൽ ആളുകൾ രക്ഷപ്പെടുന്നത്. അങ്ങനെ പ്രളയം എന്ന പ്ലാനും പാളി. അപ്പോൾ ആർക്കൺ അടുത്തടവ് പുറത്തെടുത്തു. ഇത്തവണ കുറച്ചുകൂടി സൂക്ഷ്മവും എന്നാൽ അതിനേക്കാൾ അപകടം പിടിച്ചതുമായ ഒരു പ്ലാൻ. നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം മനുഷ്യന്റെ ആത്മാവിനെ തന്നെ വിഷലിപ്തമാക്കുന്ന ഒരു വഞ്ചന. അവന്റെ പുതിയ ആയുധം എന്തായിരുന്നു എന്നറിയാമോ? ഒരു കൃത്രിമ ആത്മാവ്, അതായത് യഥാർത്ഥ ആത്മാവിനെപ്പോലെ തോന്നിക്കുന്ന ഒരു വ്യാജൻ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരിൽ ഇരുട്ടും ദുഷ്ടതയും ഈ ഭൗതിക രോഗത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹങ്ങളും കുത്തിനിറയ്ക്കുക. അവരുടെ ആത്മാവിനെ ഈ ഇരുട്ടുകൊണ്ട് നിറയ്ക്കുക. അതായിരുന്നു പ്ലാൻ. ഈ തട്ടിപ്പ് നടപ്പിലാക്കിയ രീതി ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഭൂതങ്ങൾ ഭർത്താക്കന്മാരുടെ വേഷം കെട്ടി സ്ത്രീകളുടെ അടുത്തെത്തി. എന്നിട്ട് ഈ വ്യാജ ആത്മാവിനെ ഉപയോഗിച്ച് അവരെ വഞ്ചിച്ചു. അങ്ങനെ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ഇരുട്ട് നിറച്ചു. അപ്പോൾ ആർക്കണിന്റെ ഈ അവസാനത്തെ പ്ലാൻ വിജയിച്ചു. ഈ വഞ്ചന വിജയിച്ചതോടെ മനുഷ്യരാശിയുടെ അവസ്ഥയെന്തായി? അവർ ജീവിച്ച ലോകം എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ
അതൊരു സ്വർണ്ണക്കൂട് പോലെയായിരുന്നു. പുറമെ കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ ഉള്ളിൽ അടിമത്തവും മറവിയും മാത്രം. മനുഷ്യരെ അവരുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി അവൻ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചു. എന്തൊക്കെയായിരുന്നു അത്? സ്വർണവും വെള്ളിയും, പണവും സമ്മാനങ്ങളും, പിന്നെ ഇരുമ്പും മറ്റ് ലോഹങ്ങളും. ചുരുക്കി പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ. ഇതൊക്കെ ആളുകളെ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും അവരെ വഴിതെറ്റിക്കാനും വേണ്ടിയായിരുന്നു. അപ്പോ ഇതിന്റെയൊക്കെ ഫലമെന്തായി? ആർക്കണിന്റെ പ്ലാൻ കാരണം മനുഷ്യർ പ്രശ്നങ്ങളിൽ ചെന്നു ചാടി. അതിന്റെ ഫലമായി അവർക്ക് സന്തോഷമില്ലാത്തൊരു ജീവിതം കിട്ടി. യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് അവർക്കൊരു അറിവുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യമെന്താണെന്ന് കണ്ടെത്താതെ അവർ മരിച്ചുപോയി. ആ കൃത്രിമാത്മാവ് അവരുടെ ഹൃദയങ്ങളെ കല്ലുപോലെയാക്കി, അടഞ്ഞതും കഠിനമായതുമാക്കി മാറ്റി. ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു വാചകത്തോടെയാണ്. ഈ രീതിയിലാണ് അവർ എല്ലാ സൃഷ്ടികളെയും അടിമകളാക്കിയത്, ലോകമുണ്ടായതു മുതൽ ഇന്നുവരെ. ഒന്നാലോചിച്ച് നോക്കൂ, ഈ പുരാതന കഥ പറയുന്നത് അന്നത്തെ കാര്യമല്ല, ഈ അടിമത്തം ഇന്നും തുടരുന്നു എന്നാണ്. അപ്പോ നമുക്കിത് തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചുവരാം. ഈ കഥ ഒരു സിനിമയാണെങ്കിൽ ആരാണിതിലെ ഹീറോ? ഈ വലിയ സംഘർഷത്തിൽ തിന്മയോട് പോരാടുന്ന ആ നായകൻ ആരാണ്? ഒരുപക്ഷേ ആ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്, അല്ലേ?